ബീറ്റ വേണം ചാക്കില്ലേ വേണം അത് ചെടിയാ എനിക്ക് വേണ്ട വേണ്ട. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറേ ദിവസത്തെ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ചില ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുമല്ലോ, തുടങ്ങി വെക്കും. അപ്പോഴായിരിക്കും പിന്നെ അത് കുറച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കുറേ ദിവസങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ്. അത് കളയാനും തോന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോയ്ക്ക് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടോ, നമ്മൾ പുതിയതായിട്ട് ആമസോണിൽ നിന്ന് ഞാൻ അന്നൊരു ചെടി മേടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ വന്നിട്ടുള്ളൊരു അടുത്ത ചെടിയാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. നമ്മൾ ഫസ്റ്റത്തെ അന്നെടുത്ത ആ ഒരു അഗ്ലോണിമ നല്ല സൈസ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആയിരുന്നു. ഇതും കുഞ്ഞുതാന്ന് പറയാൻ പറ്റുന്നില്ല, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടിപൊളി പാക്കിംഗ് ആണ്. ഞാൻ കുറേ വേറെ സെല്ലേഴ്സ്, നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ എടുത്ത സമയത്ത് ചിലത് നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഈ വന്നതും നല്ല ഓക്കെയാണ്. ഗാർഡനായിട്ടും ഓക്കെയാണ്. പിന്നെ അത് 4-6 എന്ന് പറഞ്ഞിട്ടുള്ള അതും കുഴപ്പമൊന്നുമില്ല, നല്ല പാക്കിംഗ് ചെയ്തു. പിന്നെ വേറെ ഏതാ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം ചിലതിൽ പാക്കിൽ എഴുതിയിട്ടില്ല, ഒരേ സെയിം ഡേ ഡെലിവറി ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ കളർ എനിക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഏതാ അതിൻ്റെ സെല്ലർന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ മക്കളെ ഇത് കണ്ടോ, വെരി ബാഡ്, വെരി വെരി ബാഡ്. ഇത് എന്തിട്ടാടത്, ഇത് എന്തുട്ടത്? ആ ഒരു ചെടി അയച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ആയിപ്പോയിട്ടു. അതിൻ്റെ ഒരു കോലം നോക്കുക, അതിൻ്റെ പാക്കിങ് ഒരു ചാക്കിലൊക്കെയാണ് അയച്ചിട്ടുള്ളത്. റേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഞെട്ടും. ഒക്കെ എന്തിനും ഒരു 400 ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കഥ പറഞ്ഞുതരാം. ഇപ്പം എന്താ വിളക്ക് വെക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കാർത്തികളൊക്കെ ആയിരുന്നേ, അപ്പോൾ ഞങ്ങൾ വിളക്ക് വെച്ചാണ്. നിച്ചുട്ടിനെ നമ്മൾ തൊഴാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. മടക്കിട്ട് അങ്ങനെയല്ല, ചന്ദനപ്പടി ഇട്ടിട്ട് ഇങ്ങനെ മടക്ക് 1 2. പക്ഷെ അവൻ അവിടെ ഇരുന്നിട്ട് മെനക്കെട്ടിരുന്ന് ഊതാണ് കേട്ടോ, ഊതി കെടുത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചെടീൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ ബാക്കി എനിക്കതിന് ശേഷവും എല്ലാം ഡെലിവർ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. നമുക്ക് ചട്ടിയിൽ നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ചാക്ക് പോലത്തേൽ ചെടി നിറച്ചിട്ട് അത് അയച്ചിരിക്കുക. എന്തൊരു മോശം പാക്കിങ്. അതേപോലെ തന്നെ ചെടി ഞാൻ ഓർഡർ ചെയ്ത സംഭവം അല്ല കേട്ടോ. ഈ ഒരു ചെടി ഞാൻ വേറൊരു സെല്ലറിൽ നിന്ന് ഈ മൾട്ടി ഷൂട്ടും ഇല്ലേ, ഒറ്റ തൈ അല്ലാണ്ട് ഒരു 3-4 തൈൻ്റെ വേറെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കറക്റ്റ് അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വേറെ ഏതോ ഒരു അഗ്ലോണിയം ഓർഡർ ചെയ്താണ് ഈ ഒരു സാധാ മോഡൽ വന്നു കേട്ടോ. ഇതിന് വലിയ റേറ്റ് വരുന്നില്ല ഈ കാണിച്ച ആ ഒരു അഗ്ലോണിമിക്ക്. പക്ഷെ അവർ പറ്റിച്ച്. ഒരിക്കലും ഇങ്ങനെ കള്ളത്തരൊന്നും കാട്ടി വെക്കാൻ പാടില്ലല്ലേ. കാരണം നമ്മൾ ആഗ്രഹിച്ച് മേടിക്കണതാണ്, അത് നല്ല പറയുന്ന പൈസ കൊടുത്തിട്ടാണ് അത് മേടിക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ എന്താ പറയുക, കറക്റ്റ് പറഞ്ഞാൽ തോന്നിയാസം കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ചങ്ക് തകർന്നു പോയി. അത് എന്തോ ഒരു മണ്ണിൽ വെറുതെ ഒപ്പിച്ച് വെച്ചിട്ട് എന്തോ ഒരു സാധനത്തിൽ അങ്ങനെ അയച്ച പോലെ. അയ്യോ, എന്നാലും ആ ചെടി ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്, നന്നാവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് റേറ്റ് സാധനം മാറ്റി തയ്ച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പാക്കിങ്ങും മോശമായി പോയി. എന്തായാലും കൊള്ളാം, പണ്ട് കാര്യമില്ല. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെടികൾ മേടിക്കുക കേട്ടോ. നോക്കണ സമയത്ത് നല്ല റിവ്യൂസൊക്കെ ഉള്ളിൽ കയറിയിട്ട് ഒക്കെ നോക്കിയിട്ട് ഇമേജൊക്കെ ഉണ്ടാകും, അതൊക്കെ നോക്കിയിട്ട് മേടിച്ചാൽ മതിയേ. എണ്ണ തീരട്ടെ, ഇങ്ങോട്ട് കേട്ടാ പ്രാർത്ഥിക്കേ, എടാ പ്രാർത്ഥിക്കേ, ഊതല്ലേ നിച്ചോ. എടാ പേടിത്തണ്ട, അത് കൈ പിടിക്കണ. ഇവന് എൻ്റെ ഊത്ത് നിർത്തിയിട്ടേയില്ല, മെനക്കെട്ടിരുന്നിട്ട് എല്ലാം ഊതിക്കെടുത്താൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാർത്തിക വിളക്കിൻ്റെ അന്നും അതേപോലെ തന്നെ ദീപാവലിക്കും ഇതേപോലെ ദീപങ്ങൾ വെക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇവൻ്റെ പരിപാടി എന്താണെന്നറിയോ, അവനെ ഉള്ളിൽ കൊണ്ടുവരുത്തിയിട്ട് TV വെച്ച് കൊടുത്തു. കാരണം ഞാനും അമ്മയും കൂടെ ഇങ്ങനെ എല്ലായിടത്തും കൂടെ ആദ്യം ഇങ്ങനെ ചിരാതെ നിരത്തി വന്നു. ഇവൻ പുറകെ വരിക, ചിരാതെടുക്കുക, എറിയുക, പൊട്ടിക്കുക. അങ്ങനെ 1-2 പൊട്ടിച്ചപ്പോൾ മെല്ലെ അവനെ കണ്ടേ ഉള്ളിലെത്തി, അല്ലെങ്കിൽ അവനൊരു സമാധാനം കിട്ടില്ല കേട്ടോ. കാട്ടി കൊടുക്കാണ്, ഇലയൊക്കെയാണെന്നാ കൊടുക്കുന്നേ. ഓ അത് തിന്നാൻ കൊടുക്കുക. ഇതെന്താ പശുവോ?
ചേച്ചിയോ? ചേച്ചി അത്ര അത് പൂച്ചടാ. ആ പൂവല്ല പൂച്ച. കളയട്ടെ, അതിനെ കൊണ്ടേ കളയട്ടെ. അതിനൊന്നും വേണ്ടേ? അതിനെ വലിച്ചാലോ നിച്ചോ? കളഞ്ഞാലോ? കളയട്ടെ, കൊണ്ടേ കളയട്ടെ. എന്നെ പിടിച്ചാ പിടിച്ചാ പിടിക്ക. എടാ ചേച്ചിയല്ലടാ പൂച്ച. അത് പോയി. ആ പൂച്ചക്കുട്ടീനെ അവൻ കഴിഞ്ഞ ദിവസം അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും അവനും കൂടെ ഇങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് അംഗനവാടി പോവുക. ഇപ്പോൾ അവന് പോകാൻ ഭയങ്കര ഇഷ്ടം. അംഗനവാടി പോയി കളിക്കാനൊക്കെ അവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി വരുന്ന സമയത്ത് അവന് കിട്ടിയതാണ് കേട്ടോ. അവൻ്റെ പുറകെ ഓടി വന്നതാണ്. പക്ഷേ ആ പൂച്ചക്കുട്ടി ഒന്നും കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ തിരിച്ചതിനെ അവിടെ തന്നെ കൊണ്ടുവിട്ടു കേട്ടോ. അതിന് ഭയങ്കര വാശി ചെയ്താൽ ഭയങ്കര കരച്ചിലിന്ന് കൊണ്ടുവിട്ടേന്. പിന്നെ ഞങ്ങൾ കുറച്ച് നമ്മളെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കയറുന്ന നേരത്ത് നിച്ചോട്ടിപ്പോൾ പൂച്ചയ്ക്കൊരു ചെടി നുള്ളി കൊടുത്തില്ലേ, അതിലാണ് ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി ഒന്ന് അലങ്കരിച്ച് വെച്ചതായിരുന്നു. അവൻ ഓരോന്നും പറക്കിയേറിയ അങ്ങനെ ഏകദേശം പകുതി അവൻ പറിച്ച് കളഞ്ഞപ്പോൾ അത് ഊരി വെച്ചു കേട്ടോ. എല്ലായിടത്തും മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് കുറച്ച് ഹൈറ്റുള്ള ഈ ഒരു മരം ഉണ്ടല്ലോ, അതിൽ കൊണ്ടുപോയി തൂക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ അവന് അങ്ങനെ കിട്ടില്ല, കയ്യെത്തില്ല. അതുകൊണ്ട് പിന്നെ കുറേ എണ്ണം അവിടെ കൊണ്ടുപോയി. അത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ക്രിസ്മസ് അപ്പൂപ്പനും അതേപോലെ തന്നെ ഇതിൻ്റെ ഒന്നും എനിക്കറിയില്ല, എന്താ പറയുക, ഇങ്ങനത്തെ നമ്മൾ കിട്ടുമല്ലോ നമ്മൾ. ഇത് അതൊക്കെ കൂടെ ഇട്ടെടുത്ത് നമ്മൾ ആ മരത്തെ അങ്ങോട്ട് അലങ്കരിച്ചു. നമ്മൾ ആ ഒരു ചെറിയ ചെടിക്ക് ഇട്ട സമയത്ത് നന്നോണം കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല അത്യാവശ്യം വലിയ മരമായത് കൊണ്ട് അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയത് കൊണ്ട് അങ്ങനെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മുൻവശത്ത് മാത്രം കുറേ എണ്ണം തൂക്കി വെച്ചു. അപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു അന്ന്. ഇത് വേറൊരു ദിവസമാണ്, ഞാൻ പറഞ്ഞില്ല, ഇത് പല ദിവസങ്ങൾ, എനിക്കൊന്നൊരു 5-6 ദിവസത്തെ അതിൽ കൂടുതൽ ദിവസത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതവൻ വാങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയാം. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ മേടിക്കണം, ഏട്ടൻ ഇങ്ങനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മേടിക്കാണ്ടായ റീസൺ എന്താ വെച്ചാൽ നമ്മൾ 7 ഡേയ്സിൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇങ്ങനെ അവർ ക്രിസ്മസ് ട്രീ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അതിൽ പോയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. ഓരോന്നോരോന്നായി പറിച്ച് അവൻ കൈക്കലാക്കുന്നുണ്ടപ്പോൾ അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇതിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ട് അവന് കൊടുത്തേ. അപ്പോൾ നമ്മൾ വെച്ച് ബാക്കി എന്തായാലും ട്രീയും കൂടെ വെക്കാനുള്ള അപ്പൂപ്പയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഭവം കൂടെ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് ഭംഗിയാക്കി. കഴിഞ്ഞ ദിവസം ഏട്ടൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാണ് പുൽക്കൂട് ഉണ്ടാക്കുക? ഇനിയിപ്പം ഏട്ടൻ വരുമ്പോഴേക്കും പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ക്രിസ്മസ് ആയി. അതുകൊണ്ട് പിന്നെ അല്ലല്ലോ, ബുധനാഴ്ചയല്ലേ ക്രിസ്മസ്, ശരിയാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോക്കട്ടെ. പിന്നെ നമ്മൾ ഇത് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓലെന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു, അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ, അതായത് നമ്മൾ നോർമലി കാണുന്ന ചോറ് കറികൾ അങ്ങനത്തെ അല്ല കേട്ടോ. അല്ലാണ്ട് നോർമലി നമുക്ക് കിട്ടാത്ത, ഹോട്ടലിൽ കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ വെറൈറ്റി ഡിഷസാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബിരിയാണി സദ്യ അതാണ് ഇതിൻ്റെ പേര്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാകും, അതായത് ബിരിയാണി റൈസ് ഉണ്ട്, എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ കൊതി വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അതിലൊരു എഗ്ഗ് വെച്ചിട്ടുണ്ട്, ബീഫുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, 2 ടൈപ്പ് ചമ്മന്തി, പിന്നെന്തോ പുളിഞ്ചി, അതേപോലെ തന്നെ നമ്മളതിലുണ്ടാകുന്ന നോർമലി ചള്ളാസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഏട്ടൻ മേടിച്ച സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു, പാൽക്കപ്പയും അതേപോലെ തന്നെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിയോ അങ്ങനെ എന്തോ തേങ്ങയിലും കൂടെ വരുന്നൊരു സംഭവമാണ്. നല്ല വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ട്, അതായത് പിടിയും കോഴി അതൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കത് നോർമലി ഹോട്ടലിൽ കിട്ടില്ല. അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് കിട്ടണമെങ്കിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു എന്തായിരുന്നു ദൈവമേ, ആവശ്യം വരുമ്പോൾ കിട്ടില്ല, ഇപ്പോൾ ഞാൻ കഴിച്ച സാധനം ഉണ്ടല്ലോ അതും മേടിച്ച് കഴിച്ചു, നല്ലതായിരുന്നു. ഒരു പുഡിങ് കഴിച്ചു, അതിൽ പകുതി നിച്ച് കഴിച്ചു കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കാണിച്ചു തരാം, നമ്മുടെ മറ്റേ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ.
അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഐബ്രോ പാലറ്റാണ്. അപ്പോൾ നമുക്ക് പൗഡർ ഫോമിൽ വരുന്ന സംഭവമാണ്. ആദ്യം ഒരു വാക്സ് വരുന്നുണ്ട്, ഒരു ഹൈലൈറ്റർ, ഒരു നമ്മൾ പാലറ്റിൽ അതൊക്കെ വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്കും ബ്രൗണും കളറിൽ വരുന്ന നമുക്ക് എഴുതാനുള്ള ഇതും വരുന്നുണ്ട് കേട്ടോ. നല്ല സംഭവമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നുന്ന സംഭവമാണ്. അതാണിത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റ്, വെറ്റ് ആൻഡ് വൈൽഡ് അല്ല കേട്ടോ, മിസ് ക്ലെയറിൻ്റെ ആണ്. മിസ് ക്ലെയറിൻ്റെ ബ്രോക്കറ്റാണ്. വെറ്റ് ആൻഡ് വൈൽഡ് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്, നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വാക്സ് ഇട്ടതിന് ശേഷം എഴുതുക കേട്ടോ. പിന്നെ ഇത് നമ്മളെ ബ്ലൂ ഹെവൻ്റെ നമ്മുടെ ഐലൈനർ ഒരു പെന്നാണ് സംഭവം കേട്ടോ. മേക്കപ്പ് റെവല്യൂഷനാണ്, എനിക്ക് കറക്റ്റ് ഞാൻ ബ്രാൻഡ് മറന്നു. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഐബ്രോസ് എഴുതുന്ന സമയത്ത്, അല്ല ഐലൈനർ എഴുതുന്ന സമയത്ത് ഇതേപോലെ പരന്ന് പോവുക, അല്ലെങ്കിൽ കൈ തട്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി കഴിയുമ്പം അതേപോലെ എന്താ പറയുക, ആ മേക്കപ്പ് റെവല്യൂഷൻ കേട്ടോ സംഭവം നല്ല സംഭവമാണ്. നമുക്കിങ്ങനെ വളഞ്ഞ പൊളഞ്ഞ് നാശാവില്ല, പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. നല്ല സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഴുതുന്ന ആ ഒരു ഇത് കണ്ടോ, നല്ല ടിപ്പാണ്. അതേപോലെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് അങ്ങനെ പോകുമൊന്നുമില്ല, നന്നായിട്ട് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഫേസസ് കാനഡൻ്റെ ഈ ഒരു കാജലാണ്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. നല്ല ബ്ലാക്ക് കളർ, ഡീപ്പ് കളറാണ്. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ നമുക്ക് വേറെ ബ്ലൂ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കൊരു ബ്ലൂ കളറും കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് അങ്ങനെ പുറത്തേക്ക് നീട്ടണ്ട. എന്നിട്ട് നമ്മൾ കുറച്ച് അമർത്തി എഴുതി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോവില്ല. പണ്ടത്തെ കൺമഷിക്കല്ലേ, നമ്മൾ എഴുതിയിട്ട് കണ്ണ് തിരുമ്മി കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ പരന്ന് നാശമാവും. പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് വന്നിട്ട് ഫേസസ് കാനഡൻ്റെ തന്നെ ബ്ലൂ കളറിൽ വരുന്നതാണ്. നമ്മൾ ബ്ലാക്ക് എഴുതിയ അത്രയും ഈസി അല്ല ഇത് എഴുതാനായിട്ട്. ഇത് കുറച്ചും കൂടെ എനിക്ക് കിട്ടിയതിൻ്റെ ഇഷ്യമാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ മേടിച്ചത് കുറച്ചും കൂടെ നമ്മൾ ഒന്ന് അമർത്തി വരഞ്ഞാലേ അത് പ്രൊഡക്റ്റ് സ്കിന്നിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. ഇട്ട് വരതെന്നല്ല, എന്നാലും പക്ഷെ മറ്റേതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കളർ കിട്ടും. പക്ഷേ നമ്മൾ ഒന്ന് കുറച്ചൊരു ഇത് കൊടുക്കണം. ഇത് എന്താ പറയുക, എഴുതുമ്പോൾ അത്ര അറിയുന്നില്ലെങ്കിലും എന്താണ് പറയാത്തത്, അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അറിയാട്ടോ. എന്നാലും ആ ഒരു പെന്നിൽ കാണുന്ന ആ ഒരു കാജലിൽ കാണുന്ന ബ്ലൂ കളർ കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു മെബലൈൻ്റെ ഈ ഒരു കൺമഷി പോലത്തെയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്മോക്ക് കേസൊക്കെ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഒരു ബ്രഷ് ഇതല്ല കേട്ടോ, ഇതിൻ്റെ ഒറിജിനൽ വേറെ ഒന്നാണ്. ഇത് ഞാൻ ആദ്യം പുരിയൊക്കെ എഴുതിയത് അതിൻ്റെ അടുത്തിട്ടൊന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് വേറൊരു ഈ മോഡൽ തന്നെ വരുന്ന ബ്രഷാണ്, അതുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ മെബലൈൻ ഉപയോഗിക്കുന്നതിൻ്റെ കൊളോസൽ കാജലാണ്. നമ്മൾ ഫേസസ് കാനഡൻ്റെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സ്മച്ച് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. നന്നായിട്ട് നമുക്ക് നല്ല ഡീപ്പ് ബ്ലാക്ക് കളർ കിട്ടും. അടിപൊളി സംഭവം. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് ഇത് തന്നെ, യൂസ് ചെയ്യുന്നതിൽ കുറേ എണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫേസസ് കാനഡ, മെബലൈൻ, അതേപോലെ ലാക്മേ ലൈറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പ്ലം ആണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഒറ്റ പ്രാവശ്യത്തെ 1-2 പ്രാവശ്യം മാത്രം ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. കാരണം അത് കുറേ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്തെടുക്കുന്ന സമയത്തേ ബുദ്ധിമുട്ടായി. നമ്മൾ റിട്രാക്റ്റബിൾ ആയിട്ടുള്ളതാണെങ്കിൽ പ്രൊഡക്റ്റ് പോവില്ല. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കുറേ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും കേട്ടോ. പിന്നെ ഭയങ്കര വില കൂടുതലാണ്. പിന്നെ നേരത്തെ ഉപയോഗിച്ചത് ഫേസസ് കാനഡൻ്റെ ഐലൈനറാണ്. നല്ല ഐലൈനറാണ്. കുറേ പച്ച ഏതൊക്കെയോ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നീല എന്ന് പറഞ്ഞിട്ടുള്ള ഐലൈനറൊക്കെ ഉണ്ട്. നല്ല ഐലൈനറാണ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഗ്ലോസി ഫിനിഷൊക്കെയാണ് വരിക. പിന്നെ ഇത് ഫേസസ് കാനഡൻ്റെ നമ്മുടെ മസ്കാരയാണ് കേട്ടോ. ലാഷസൊക്കെ വിടർന്ന് നല്ല ഭംഗിയിലിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്താ പറയുക മസ്കാരയാണ്. നല്ല ഭംഗിയാട്ടോ നമ്മൾ മസ്കാര എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ കാണിച്ചൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന, കണ്ണെഴുതാൻ ഉപയോഗിക്കുന്നത്, പുരി എഴുതാനുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മിസ് ക്ലെയറിൻ്റെ ആ ഒരു ബ്രോക്കറ്റ് കേട്ടോ. ഇതിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈലൈറ്റർ, പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ജാമസി മിലാനോൻ്റെ ഐബ്രോ പെൻസിലാണ്. നമ്മുടെ വ്ളോഗ് വിത്ത് ശ്രീയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പുരി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാഞ്ഞു പോകാനേ പാടില്ല. ഒരു വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ബ്ലാക്കും ബ്രൗണും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്ട്രോക്ക് ആയിട്ട് ഇങ്ങനെ വരച്ചെഴുതാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഓരോ പുരിങ്ങളും എടുത്ത് വരയ്ക്കില്ലേ, അതേപോലെ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്, 400 സംതിങ് ആണ്. പക്ഷേ പുരി എഴുതിയാൽ മാഞ്ഞു പോവില്ല, അടിപൊളിയാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ എന്താ പറയുക, പെൻസിൽ പറയാൻ പറ്റുമോ, ഇതാണ് ഐബ്രോ സ്റ്റിക്കർ സംഭവമാണ്. അത് നമ്മൾ നല്ല കളറാണ്. അതേപോലെ തന്നെ കുറച്ച് പെട്ടെന്ന് അങ്ങനെ മാഞ്ഞൊന്നും പോവില്ല കേട്ടോ. പിന്നെ ഇത് മിസ് ക്ലെയറിൻ്റെ ആണ്. ഇതൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ മാറ്റി ഉപയോഗിക്കുന്ന, സ്ഥിരം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. വല്ലപ്പോഴും മാത്രം മേടിക്കുന്നതല്ല, തീർന്നു പോയാൽ വീണ്ടും ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്.
ഇത് കുറച്ചും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ഇതേപോലത്തെ ഒരു ബ്രഷ് വരുന്നതും കൊണ്ട് നമുക്കിതിങ്ങനെ ചീകി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കോട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ തപ്പിപ്പറഞ്ഞില്ല, കുറേ നിച്ചൂടിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞോ അറിയില്ല. എൻ്റെ ഒരു ഫോണുണ്ടായിരുന്നു, അതായത് ഞാൻ യൂട്യൂബിലെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഫോണാണ് സെപ്പറേറ്റ് ഉള്ളത്. അതിൻ്റെ ഓവർ യൂസ് ആണോന്ന് അറിയില്ല. അത് ഒരു ദിവസം പെട്ടെന്ന് ഓഫായിപ്പോയി, പിന്നെ ഓൺ ആവാനില്ല. പോയി ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ബോർഡ് അടിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ എന്ത് ചെയ്തു, പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ എല്ലാ വീഡിയോസൊക്കെ എടുത്തിട്ട് അവൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ വേഗം യൂട്യൂബിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടാന്ന് വിചാരിച്ചു. ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴും പോവില്ലല്ലോ. അപ്പോൾ ഇതൊരു നമ്മൾ വീട്ടുകൂടുതൽ ഫംഗ്ഷന് പോയതാണ് കേട്ടോ. അപ്പോൾ നിച്ചും അച്ചും അതേപോലെ കുഞ്ഞാറ്റയുണ്ട്, പിന്നെ ഡുഡു ഉണ്ട്, ആമിയുണ്ട്. ഇതൊക്കെ കസിൻസിൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടും കൂടെ കമ്പനി ആവാൻ നോക്കുകയാണ്. പക്ഷേ രണ്ടുപേരും ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം, പക്ഷെ നിച്ചുവിന് സ്റ്റേജിൽ തന്നെ നിൽക്കണം. ഡൂഡ് പിടിച്ച് വലിക്കുന്നുണ്ട്, അവനാണെങ്കിൽ പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു തോന്നുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വിഷുവിന് എടുത്തിട്ട് വീഡിയോ, അപ്പോൾ നമ്മൾ കണി വെച്ച സാധനങ്ങൾ എടുത്തിട്ട് അവൻ്റെ പറണ്ട് ആ പറയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനടുത്ത് അവൻ കുറേ കഴിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. എൻ്റെ ഫസ്റ്റ് ഫോൺ മേടിക്കുന്നത് ഡിഗ്രി ടൈമിലാണ്. അപ്പോൾ അന്നുള്ള ഫോട്ടോസൊക്കെ പലതും മിസ്സായിപ്പോയിട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമാണ്, നമുക്ക് ആ ഒരു പഴയ കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. ഫോൺ ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. ബാ 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 നാ താക്കോൽ നാ താക്കോൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് എൻ്റെ അച്ഛമ്മ ഇങ്ങനെ വന്ന സമയത്തേ അവിടെ ഉണ്ട് മാനിരിക്കുന്നത് നീച്ചോണ്ട്. ഇതെന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ നോക്കുക കേട്ടോ. ഇങ്ങനെ കാണാം അച്ഛമ്മ നീച്ചോണ്ട് ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അവർക്കും ഭയങ്കര കൗതുകം തോന്നണു. എന്തായാലും ബൈ.